ഗൈസ് ഞാൻ ഇവിടെ ഇപ്പൊ ഹിബന്റെ വീട്ടിലാണ് കയ്യോടെ പൊക്കിയതാ. പിന്നെ കൂട്ടാണ്ട് ഇന്നലെ ഫുൾ കറക്കം. കുടുംബക്കാരെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇനി പോവാത്ത സാരില്ല അല്ലേ? കുടുംബക്കാരെ വീട്ടില് പോയി, കുഞ്ഞാവ് കുടുംബക്കാരെ വീട്ടില് പോയി. ഇന്നലെ നമ്മള് ബേപ്പൂര് പോയി, അവിടുന്ന് ബോട്ട് കയറി, സ്പീഡ് ബോട്ട് കയറി, അങ്ങനെ നമ്മൾ കറങ്ങി രാത്രി വന്നു. വിളിച്ചിട്ട് വരായിട്ട് ഫുള്ളും കറക്കം. നിന്നോട് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതാ മറ്റേ പെരുന്നാളിന് വീട്ടിലേക്ക് വന്നതാ. എന്നിട്ട് കുടുംബക്കാരെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോയത് ബേപ്പൂരേക്ക്. ഇപ്പൊ ഒരാൾക്ക് നമ്മളൊന്നും വേണ്ട ഗൈസ്. ഇപ്പൊ ഒരാൾക്ക് ഒറ്റക്ക് പോവാ, കുടുംബക്കാരെ പണ്ടൊക്കെ നമ്മള് വേണേ. ഇപ്പൊ നമ്മളൊന്നും വേണ്ട. ഇപ്പൊ സ്പീഡ് ബോട്ടും മറ്റേ ബോട്ടും എല്ലാ ബോട്ടും ഒറ്റക്ക് പോവാൻ പഠിച്ച്. നമ്മളും ഇനി ഒറ്റക്കൊക്കെ പോവും. പിന്നെല്ല ഞങ്ങൾ എത്ര പ്രാവശ്യം തന്നെ വിളിച്ച് നിങ്ങൾ പോരീന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരായിട്ടല്ലേ? സ്പീഡ് ബോട്ട് ഏതൊരു വൈബ് സ്പീഡ് ബോട്ടില് വിഷലൊക്കെ ഉണ്ട്, നമുക്ക് ഇട്ടെടുക്കാം. ഇന്നലെ ഞാൻ കാണിച്ചിരുന്ന വീഡിയോ ഒന്നും കണ്ടിട്ട് നിങ്ങൾക്ക് തീരെ അതിൽ കയറാൻ പൂതി തന്നില്ല. എനിക്ക് എന്നാ പ്രശ്നമെങ്കിൽ എനിക്ക് ഒന്നാമത് നീന്താൻ അറിയാത്ത കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സാധനം ഇഷ്ടമില്ല. നീന്തലെന്തിനാ പിന്നെ എങ്ങാനും അങ്ങനെ കടലിലേക്ക് വീണ കഴിഞ്ഞ് ചത്തു. പിന്നെ എന്ത് പ്രൊട്ടക്ഷൻ ഒരു കാര്യമില്ല. അതുണ്ടെങ്കിൽ മുങ്ങി പോകുന്നില്ല. എന്ത് പ്രൊട്ടക്ഷൻ കടലിന്റെ നടുവിലൊക്കെ എന്ത് ആക്കാനാ? കടലിന്റെ നടുവിലേക്കൊന്നും പോകൂല. അങ്ങ് കയ്യിൽ പറ്റി അറിയിച്ച സംഭവം പൊളി മിസ്സായി. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ടൈം എന്ന് പറയുന്നത് സൺസെറ്റിന്റെ ടൈമാണ്. എന്ത് ഞാൻ ഇവള് സ്പീഡ് ബോട്ട് പോകുന്ന റിയാക്ഷൻ ഒക്കെ ഈ വീഡിയോയിൽ ഇട്ടുതരാം കേട്ടോ. ഇവളെ ആ യാത്രയിലുള്ള ഈ സ്പീഡ് ബോട്ട് പോകുന്ന സാധനമൊക്കെ ഞാൻ ഇട്ടുതരാം. കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിരിക്കല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഞാൻ ഇപ്പൊ ഹിബന്റെ വീട്ടിലാണ്. ഇതിലിപ്പോ ഇവളിപ്പോ ഒരു ദിവസം കൂടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാഴ്ചയായി. എന്നിട്ട് ഞാൻ ഇന്ന് കൂട്ടാൻ വന്നിട്ട് പറയാണ് വരുന്നില്ല. ഉടായിപ്പ് ഒരാഴ്ച അതിനില്ല. പെരുന്നാൾ മെഞ്ഞാന്നല്ലേ വന്നേ. അപ്പൊ ഇന്നത്തേക്ക് 5 ദിവസമായില്ലേ? ഇന്നലെ ഇന്നല്ലേ? അങ്ങനെ 5 ദിവസം 3 ദിവസം അല്ലെങ്കിൽ നമ്മളൊരു കോണ്ടന്റ് മാതിരി ഒരു വീഡിയോ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങനല്ല ചെയ്തൊക്കൊന്നുമില്ല അല്ലേ? വീഡിയോ ആയിട്ട് ചെയ്യണം. ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അല്ല അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചിലപ്പോൾ വലിയ രസം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ബെറ്റർ ആക്കൂലേ. ഇപ്പൊ നാളെ ഒരു വീഡിയോ ഈ അടുത്തൊരു വീഡിയോ ചെയ്ത് നോക്കണം വിചാരിക്കുന്നുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ട് നമുക്ക് ഇടാൻ തോന്നുന്നില്ല. ഇട്ടിട്ട് ഇത് എന്തുള്ള വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യൂലേ? പക്ഷെ അല്ലേ ഒരു കോണ്ടന്റ് ബേസിൽ വെറുതെ പക്ഷെ നമുക്ക് ഞാനും ഇവിടെ തന്നെ ഉള്ളു. അഭിനയിക്കാൻ വേറെ ആൾക്കാരില്ല നമ്മളെ കൂടെ അല്ലേ? നമുക്ക് ആർട്ടിസ്റ്റുകളും അങ്ങനെ നമ്മളെ ഇപ്പൊ പ്ലാൻ ചെയ്താലും കുറെ ആൾക്കാരുണ്ടെങ്കിൽ അല്ലേ ഒരു രസമാവല്ലോ. നമ്മൾ രണ്ടാളാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിധിയില്ല നമുക്ക് ചെയ്യുന്നതിനൊക്കെ. പക്ഷെ നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയല്ല കേട്ടോ വെറുതെ പിന്നെ നമ്മളെപ്പോഴും ഞാനിവള് അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല നമുക്ക്. അങ്ങനെ കാരണം നമ്മൾ മാരകമായിട്ടുള്ള ഒരു എന്താ പറയാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ വെബ് സീരീസ് അങ്ങനത്തെ റീൽസ് ഒന്നുമല്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഫാമിലി ആയിട്ട് തുടങ്ങിയ ചാനലാണ് കപ്പിൾസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പോകാൻ ഇഷ്ടം. അപ്പൊ അങ്ങനെയൊക്കെ ആണല്ലേ. അതിന് മാത്രം ഒന്നും ഇല്ല. അവള് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് ഇടാം. പിന്നെ അന്നലെ പോയ സമയത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരെ അവള് കണ്ട്. കുറേ കുട്ടികളെ അവള് കണ്ട്. ചാലിയാർ ബീച്ചില്ലേ അവിടെ ഈ അടുത്ത് മറ്റേ മുഹമ്മദ് റിയാസിലെ മന്ത്രി ഒരു ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി ഇല്ലേനോ, ഒരു ബീച്ച് അവിടെ പോയി നമ്മള്. അതിന്റെ വിഷ്വൽ എടുത്ത് വെച്ചിരിക്കണം. അത് 2018 ഒഴുകി വന്നതാ. പക്ഷെ അവിടെ ആഴം കുറവായതുകൊണ്ട് അത് അവിടെ തന്നെ സ്റ്റെക്കായി നിന്നുപോയി. അവിടുന്ന് പോയില്ല. പിന്നെ അതെന്ന് വെച്ചാല് ആ മരം ഇട്ട് ആരും എടുത്തു കൊണ്ടുപോയില്ല. അത് സാധാ ഒരു മരം, തേക്ക് അങ്ങനത്തെ മരമൊന്നും അല്ലാത്തതിനോണ്ട് ആരും എടുത്തു പോയില്ല. അപ്പൊ അത് അവിടെ തന്നെ തിങ്ങി നിൽക്കും.